കേൾക്കാനും നല്ലത് പ്രചരിപ്പിക്കുവാനും നല്ലവരായി മരിക്കാനും അല്ലാഹു ഭാഗ്യം കിട്ടിയ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ പെടുത്തി അനുഗ്രഹിച്ചു തരുമാറാവട്ടെ. ഓരോ ദിവസവും ആയുസ് ലഭിക്കുമ്പോൾ മുൻ ദിവസത്തേക്കാൾ ഖൈറായ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവസരം കിട്ടിയ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ പെടുത്തി അനുഗ്രഹിച്ചു തരുമാറാവട്ടെ. ഇന്നെന്താ ബത്തേരി നൗഷാദ് അലി കൈപ്പുറത്തുനിന്ന് റെക്കോർഡ് വെക്കാൻ പഠിപ്പിക്കാന് കിസ് ഒന്നും ഉണ്ടായിട്ടില്ലേ? കിസ് പ്രോഗ്രാം ഒന്നും ഉണ്ടായിട്ടില്ലേ? ഇല്ല. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ആരെങ്കിലും ശ്രദ്ധിക്കുകയാണെങ്കിലോ ഉപകരിക്കും എന്ന നിലക്ക് അല്ലാഹു ജീവിതത്തിൽ ചെയ്യുന്നത് പറയാനും പറയുന്നത് ജീവിതത്തിൽ പകർത്താനും കേൾക്കുന്നവർക്ക് അത് ഉൾക്കൊള്ളാനുമുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. ഇന്നലെ ഞാൻ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു അവസരമാണ് അല്ലാഹ് എന്നുള്ള വിശ്വാസത്തിനോടൊപ്പം ആ അല്ലാഹ് എന്നതിലുള്ള വിശ്വാസം നാവുകൊണ്ട് വ്യക്തമായി പറയുന്നതിനോടൊപ്പം അതിലേക്ക് ശാരീരികമായി ഞാൻ സൂചന നൽകുന്നതിന്റെ ഭാഗമായി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലത്തെ ഹംസ ഉച്ചരിക്കുമ്പോ ആ സലാം വീട്ടുന്നത് വരെ, അവസാനത്തെ അത്തഹിയ്യാത്തിലാണെങ്കിൽ സലാം വീട്ടുന്നത് വരെ, ആദ്യത്തെ അത്തഹിയ്യാത്തിലാണെങ്കിൽ അടുത്ത റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുന്നത് വരെ, അല്ല സഹ്വിന്റെ സുജൂദക്കിൻ ചെയ്യൽ സുന്നത്തായ വച്ച സന്ദർഭമാണെങ്കിൽ ആ സുജൂദിലേക്ക് പോകുന്നത് വരെ ആ 2-3 സെക്കൻഡ്, അതല്ലെങ്കിൽ ഏറിക്കഴിഞ്ഞാൽ ഒരു 10 സെക്കൻഡ് സമയം ആ സുജൂദിന്റെ മഹല്ലിലേക്കാണ്, സുജൂദിന്റെ സ്ഥലത്തേക്കാണ് ഒരാള് നിസ്കാരത്തിന്റെ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ നോക്കേണ്ടത്. ആ വിരല് ഉയർത്തി ഇല്ലല്ലാഹ് എന്നതിലത്തെ ഹംസ ഉച്ചരിക്കുമ്പോൾ അവിടം മുതൽ സലാം വീട്ടുന്നത് വരെയോ അല്ലെങ്കിൽ അടുത്ത റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുന്നത് വരെയോ ആ ഒന്ന് നോക്കാൻ നമുക്ക് സമയമുണ്ട്. സമയമില്ലാത്ത കുഴപ്പമില്ല. കാരണം അതിന്റെ ഇടയിൽ പിന്നെ തഹിയ്യാത്ത് ഓതുമ്പോ വേറൊരു പണി നടക്കൂലല്ലോ. പല നല്ല കാര്യങ്ങളും നമ്മൾ ചെയ്യാത്തത് സമയം ഇല്ലാത്തതിന്റെ പേരിലാണ്, അല്ലേ? സമയം ഇല്ലാത്തതിന്റെ പേരിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. പക്ഷെ സമയമുണ്ടായിട്ടും നമ്മൾ ചെയ്യുന്നില്ല. സമയമുണ്ടായിട്ടും നമ്മൾ ചെയ്യാത്തതിന്റെ പേരാണ് ഗഫലത്ത്, അശ്രദ്ധത. അതുകൊണ്ട് ആരെങ്കിലും ഉൾക്കൊള്ളുമെന്ന പ്രതീക്ഷയിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൽ ഹംസ ഉച്ചരിക്കുമ്പോ ആ ചൂണ്ടാനി വിരലൊന്ന് ഉയർത്തി, വിരലെല്ലാരും ഉയർത്തുന്നുണ്ട്, വിരലുയർത്താത്ത കുഴപ്പം ആർക്കില്ല. ആ വിരല് ഉയർത്തി അവിടെ മുതൽ ആ 4-5 സെക്കൻഡ്, അതല്ലെങ്കിൽ ഒരു 10-15 സെക്കൻഡ് ആ വിരലിലേക്കൊന്ന് നോക്കാൻ പോലും നമുക്ക് സമയമില്ലെങ്കിൽ പിന്നെ നമ്മുടെ ആഖിറത്തിൽ എന്തൊരു നന്മയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അതൊരു പണിയില്ലല്ലോ. എങ്ങത്തെങ്കിലും ഒന്ന് നമ്മൾ നോക്കുന്നുണ്ടാവും, അല്ലെ? അത്തഹിയ്യാത്ത് തോന്നുമ്പോ സുജൂദിന്റെ മഹല്ലിലേക്ക് മാത്രം നോക്കുന്നവർ അപൂർവമായിരിക്കും. ഒന്നിരിക്കും ഓന്റെ വാച്ചും വെക്കോ, അല്ലെങ്കിൽ ഓന്റെ മുൻഭാഗത്തേക്കോ, അല്ലെങ്കിൽ ഏതെങ്കിലും ചുമരിലേക്കോ, അല്ലെങ്കിൽ മറ്റോന്റെ കുപ്പായത്തിന്റെ ബാക്കിലേക്കോ, ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നോക്കുന്നത്. ആ നോക്കുന്നത് ആ കണ്ണുകൊണ്ട് ആ വിരലിലേക്കൊന്ന് നോക്കിയാൽ വലിയ ഒരു കാര്യമാണ്. തൗഹീദ് അവന്റെ ഖൽബും അവന്റെ നാവും അവന്റെ ശരീരവും എല്ലാം അല്ലാഹ് എന്നൊരു ചിന്തയിലേക്ക് വരികയാണ്. ഞാൻ എന്റെ നഫ്സിനോടടക്കം എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ശ്രോതാക്കളോടും അടക്കം ഒരു 10 സെക്കൻഡെങ്കിലും നമ്മുടെ ഖൽബും നമ്മുടെ നാവും നമ്മുടെ ശരീരവും എല്ലാം അല്ലാഹ് എന്നൊരു ചിന്ത, എല്ലാ സമയത്തും അല്ലാഹ് നമ്മെ ശ്രദ്ധിച്ചും കൊണ്ടിരിക്കുകയാണ്. ഒരു സെക്കൻഡ് പോലും നമ്മളെ തൊട്ട് അല്ലാഹു അശ്രദ്ധവാനല്ല എങ്കിൽ 99.25% സമയവും
നമ്മൾ അള്ളാഹുവിനെ തൊട്ട് അശ്രദ്ധവാന്മാരാണ്. നമ്മുടെ ഈ നിസ്കാരത്തിലുള്ളൊരു 10 മിനിറ്റെങ്കിലും അള്ളാഹ് എന്നുള്ള ഒരു ചിന്ത നമുക്ക് വരുന്നില്ല. അത് വരാനുള്ളൊരു മാർഗമാണ്. ആ കാര്യം സാധിക്കുന്നവർ ചെയ്യട്ടെ എന്ന് പറയേണ്ട ആവശ്യമില്ല. ആർക്കപ്പോൾ സാധിക്കാത്തത്? ആ ഇല്ലല്ലാ എന്ന് പറഞ്ഞു വിരലുയർത്താനും അവിടം മുതൽ സലാം വീട്ടുന്നത് വരെ അല്ലെങ്കിൽ മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്നത് വരെ ആർക്കപ്പോൾ നോക്കാൻ വയ്യാത്ത? ആർക്കവ് നോക്കാൻ വയ്യാത്ത ഒരാളെ സെർച്ചാണ്. എനിക്കങ്ങനെ നോക്കാൻ വയ്യ, അല്ലെങ്കിൽ എന്റെ കണ്ണിങ്ങത്ത് വെട്ടിച്ചാ തിരിയില്ല. ആർക്കത് ചെയ്യാൻ വയ്യാത്തൊരാൾ ചിലപ്പോ ഇനി കണ്ണ് കാണാത്തോനാണ്. അത് തന്നെ ഫിക്കിന്റെ കിതാബിൽ കാണാം, വല്ല കാരണവശാലും ഈ കുപ്പായ കൈ കൊണ്ട് ഈ മുൻകൈ മൂടപ്പൊത്തിരിക്കുന്നു എന്ന് വെക്കുക. അങ്ങനെ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം അങ്ങനെ ഉണ്ടാവുമല്ലോ. ചിലപ്പോ എന്തെങ്കിലും കയ്യുമ്മ ചൊറി ഉണ്ട് എന്ന് വെക്കുക. അപ്പൊ എന്തെങ്കിലും വിരല് മറച്ചിക്കണ്, അല്ലെങ്കിൽ ആ ചൂണ്ടാനി വിരൽ അവരെ മുറിഞ്ഞിക്കണ്, മുറിയല്ല എന്തെങ്കിലും എല്ല് പൊത്തിച്ച് വലിച്ച പ്ലാസ്റ്റർ എടുത്തിക്കണ്, അങ്ങനെ ഒരു മറവ് വന്നിക്കണ്. എന്നാലും നോക്കൽ സുന്നത്താ. ആ വിരല് മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പകരം മറ്റൊരു വിരൽ ഉയർത്തൽ സുന്നത്തില്ല, ഒരു പ്രയാസമില്ല. പക്ഷെ ഞാനൊരു കാര്യം തുറന്ന് പറയാണ്, 99% ആളുകൾ ഈ കാര്യം ചെയ്യുന്നില്ല. അല്ലേ? ഈ വിരലിലേക്ക് നോക്കുക എന്ന സുന്നത്ത്, സുജൂദിന്റെ മഹലിലേക്ക് നോക്കുക എന്നുള്ളത് പലവരും ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ സമയത്ത് ഈ വിരലിലേക്ക് നോക്കാനുള്ളത് അതാരും ചെയ്യുന്നില്ല. ഇടഭാഗത്ത് നിൽക്കുന്നവരും ചെയ്യുന്നില്ല, വലഭാഗത്ത് നിൽക്കുന്നവരും ചെയ്യുന്നില്ല, ആരും ചെയ്യുന്നില്ല. ഞാൻ എല്ലാരോടും പറഞ്ഞത്, ഒരു പ്രയാസമില്ല, തർക്കമില്ല. അപ്പൊ അതിനൊരു കിൻഡൽ ചാക്ക് തലയിൽ ഏൽച്ചു വിൽക്കണം, അല്ലെങ്കിൽ അതിനായിട്ടൊന്ന് മെനക്കെടണം, എങ്ങനെയൊക്കെയാണെങ്കിൽ. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, നല്ലൊരു കാര്യമാണ്. ഒന്നും കൂടി ഞാൻ പറയട്ടെ, ഗഫ്ലത്ത് വന്നോ അശ്രദ്ധത വന്നോ നമ്മുടെ ഭൗതികമായ സ്വത്ത് നഷ്ടപ്പെടും. അതുപോലെ നമുക്ക് ഗഫ്ലത്ത് വന്നാൽ നമ്മുടെ ഈമാനും നഷ്ടപ്പെടും. നമ്മുടെ ഈമാൻ ഇബ്ലീസ് റാഞ്ചിയെടുക്കും. ഞാൻ മുമ്പൊരിക്കൽ നമ്മുടെ മൗലിദിന്റെ മുമ്പുള്ള ഒരു ക്ലാസ്സിൽ നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുന്നേടത്ത് അത് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രയാസമില്ലാത്തൊരു അമലും കൂടി ഇന്ന് പറയാം. വളരെ അധികം മഹത്തമായ നമ്മുടെ ഈമാൻ, എന്റെ ഈമാൻ ഞാൻ സംരക്ഷിക്കുന്നു എന്നതിലേക്ക് വ്യക്തമായ ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ യാത്ര ചെയ്യാന് നമ്മുടെ പോക്കറ്റിൽ ഒരു 5000 രൂപയുണ്ട്, അല്ലെങ്കിൽ നല്ല വിലപിടിപ്പുള്ള ഒരു മൊബൈലുണ്ട്. ബസ്സിൽ കയറി അല്ലെങ്കിൽ ട്രെയിനിൽ കയറി നമ്മള് ആ പോക്കറ്റും ഒരു കൈ വെക്കാതെ രണ്ട് കൈയും മതിയിലങ്ങനെ വെച്ച് സുഖമായി ഇരുന്ന് തുടങ്ങി. ചിലപ്പം കണ്ണൂരിലേക്ക് ട്രെയിന് കയറിയതായിരിക്കും. കണ്ണൂരിലേക്ക് എത്തുമ്പോ നമ്മുടെ പോക്കറ്റിൽ മൊബൈൽ ഉണ്ടാവൂല, ചിലപ്പോ ആ പൈസ ഉണ്ടാവൂല. നമ്മള് സീറ്റിലിരുന്ന് രണ്ട് കൈയും മതിയിൽ വെച്ച് സുഖമായി അങ്ങോട്ട് ഉറങ്ങിന്ന് വെക്കുക, അല്ലേ? സുഖമായി അങ്ങോട്ട് ഉറങ്ങി. പക്ഷെ നമ്മുടെ പോക്കറ്റ് അടിച്ചു പോകൂല. പോക്കറ്റ് അടിച്ചു പോകുക, പോക്കറ്റിൽ ഉള്ളത് ആരെങ്കിലും പൊക്കും. നേരെ മറിച്ച് നമുക്കൊരു ശ്രദ്ധ ഉണ്ട് എന്ന് വെക്കുക, ഒരു ശ്രദ്ധ. ഒരു കൈ നമ്മുടെ പോക്കറ്റുമ്മേന്, എല്ലാം ശ്രദ്ധിക്കണ ഈ പോയിന്റ്. ഒരു കൈ നമ്മുടെ പോക്കറ്റുമ്മേന്, ആ ഒരു കൈ പോക്കറ്റുമ്മലുണ്ടെങ്കിൽ നമ്മുടെ ആ മുതല് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഒരു കൈ നമ്മളിങ്ങനെ പോക്കറ്റുമ്മ വെച്ചിട്ടാണ് ഉറങ്ങുന്നത്. ആരെങ്കിലും പോക്കറ്റിൽ കൈയിരുന്നാൽ സ്വാഭാവികമായും നമ്മൾ അറിയും, നമ്മൾ പെട്ടെന്ന് ഉണരും. ഒന്നിരിക്കൽ അവൻ മാറും, അല്ലെങ്കിൽ അവനെ പിടികൂടും. അപ്പൊ നമ്മുടെ ഭൗതികമായ മുതല് സംരക്ഷിക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്ന സമയത്ത് ആ മുതലും ഒരു കൈ വെക്കുക എന്നുള്ളത് ഒരു ബുദ്ധിയുള്ളവന്റെ അടയാളമാണ്. എന്റെ മുതല് അശ്രദ്ധത കാരണം, ഒരു ശ്രദ്ധയില്ലായ്മ കാരണം എന്റെ മുതല് നഷ്ടപ്പെടരുത് എന്ന് ചിന്തിക്കുന്ന ബുദ്ധിമാൻ യാത്ര ചെയ്യുമ്പോ അവന്റെ പോക്കറ്റും അവൻ കൈ വെക്കുന്നു, അല്ലെങ്കിൽ അവന്റെ കയ്യിൽ ഒരു ബാഗുണ്ട്, ആ ബാഗും അവൻ കൈ വെക്കുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മുതലുണ്ട്,
ആ മുതലും ഒരു കൈ വെക്കുന്നു. എന്തിന്? ഈ മുതല് നഷ്ടപ്പെടാതിരിക്കാൻ. എങ്കിൽ നമ്മുടെ കൽബ് നെഞ്ചിന്റെ ഇടതുഭാഗത്താണ്. ആ കൽബിലാണ് നമ്മുടെ ഈമാൻ ഉള്ളത്. ആ ഈമാൻ ഇബ്ലീസ് റാഞ്ചിയെടുക്കാതിരിക്കാൻ ഒരു ഈമാനിനെ, എന്റെ ഈമാനിനെ സംരക്ഷിക്കുന്നു എന്നതിലേക്ക് സൂചനയായി തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിക്കഴിഞ്ഞാൽ നെഞ്ചിന്റെയും പുക്കലിന്റെയും ഇടയിലാണ് കൈ രണ്ടും വെക്കേണ്ടത്. പക്ഷേ നമ്മുടെ അശ്രദ്ധത, നമ്മൾ കൈ അത് വെക്കും, എന്നിട്ട് നെഞ്ചിന്റെയും പുക്കലിന്റെയും ഇടയിൽ തന്നെയാണ് നമ്മൾ വെക്കുന്നത്. പക്ഷെ നേരെ നെഞ്ചിന്റെ താഴെയാണ് ആ രണ്ട് മുൻകൈയും പാടെ കൂട്ടിപ്പിടിച്ചു വെക്കുന്നത്. ഒന്ന് അല്പം ഇടത്തോട്ട് ചരിച്ചു വെക്കുക. ഇടത്തെ കൈയിന്റെ മണിബന്ധത്തിന്റെ മേൽ വലത്തെ മുൻകൈയിന്റെ പള്ള കൊണ്ട് പിടിച്ചാൽ ഒരല്പം നമ്മുടെ നെഞ്ചിന്റെ ഇടതുഭാഗത്തേക്കൊന്ന് അത് കയറ്റി വെക്കുക. അത് എന്തിലേക്കൊരു സൂചനയാണ്? എന്റെ ഖൽബിലുള്ള ഈമാൻ ഞാൻ സംരക്ഷിക്കുന്നു എന്നതിലേക്ക് സൂചനയായി. നമ്മുടെ ഭൗതികമായ യാത്രയിൽ നമ്മുടെ കൈവശമുള്ളതായ മുതലിനെ സംരക്ഷിക്കുക എന്നതിലേക്ക് സൂചനയായി നമ്മുടെ പോക്കറ്റിൽ കൈവെക്കുന്നത് പോലെ, നമ്മുടെ ബാഗിന്റെ മുകളിൽ കൈവെക്കുന്നത് പോലെ, നമ്മുടെ കൈവശമുള്ള മറ്റേതെങ്കിലും വസ്തുവിന്റെ മേൽ കൈവെക്കുന്നത് പോലെ നമ്മുടെ ഒപ്പം ഒരു ചെറിയ കുഞ്ഞുണ്ട്. ചെറിയ 3 or 2 വയസ്സായ ഒരു കുട്ടി നമ്മുടെ ഒപ്പം യാത്രയിലുണ്ട്. നമ്മൾ ഒപ്പം ഇരുത്തി ആ കുട്ടിയുടെ ശരീരത്തിലൊന്നിങ്ങനെ കൈവെക്കും, അല്ലേ? ആ ശരീരത്തിലൊന്നിങ്ങനെ കൈവെക്കും. നമ്മൾ അഥവാ ബസ്സിലിരുന്ന് ഉറങ്ങാണ്, അല്ലെങ്കിൽ ട്രെയിനിൽ ഇരുന്ന് ഉറങ്ങാണ്, എന്റെ കുട്ടിക്കൊന്നും പറ്റരുത് എന്നുള്ള ഒരു സൂചനയായി ആ കുട്ടിയുടെ ശരീരത്തിൽ ഇങ്ങനെ കൈ വെച്ചിട്ടേ നമ്മൾ ഉറങ്ങൂ. ഇങ്ങനെ ഭൗതികമായ എല്ലാ കാര്യവും നമ്മൾ വേണ്ടതുപോലെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ നമ്മുടെ ഖൽബിലുള്ള ഈമാൻ സംരക്ഷിക്കുന്നതിലേക്ക് സൂചനയായി തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിക്കഴിഞ്ഞാൽ ഇടത്തെ കൈയിന്റെ മുകളിൽ വലത്തെ കൈ വെക്കുമ്പോൾ അത് അല്പം നെഞ്ചിന്റെ ഇടതുഭാഗത്തേക്ക് ഒന്ന് മാറ്റി വെച്ചാൽ അൽഹംദുലില്ലാഹ് ഒരു പ്രയാസമില്ലല്ലോ. നമ്മൾ ഏതായാലും കൈ വെക്കുന്നുണ്ട്, ആ വെക്കുന്നത് ഒന്ന് നീക്കിയാൽ മതി. പക്ഷെ എന്താ അത് നീങ്ങാത്തത്? എന്താണ് ഈ വിരല് പൊന്തിക്കുമ്പോ നോക്കാത്തത്? സമയമില്ലാഞ്ഞിട്ടല്ല, ഒരു ഭാരമുണ്ടായത് കൊണ്ടല്ല, ഒരു പ്രയാസമുണ്ടായത് കൊണ്ടല്ല, പിന്നെ എന്തുകൊണ്ട് സംഭവിച്ചു? ഗഫലത്ത്, അശ്രദ്ധത. നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിലേക്ക്, നാളെ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്നത് ചെയ്യാൻ അശ്രദ്ധത സംഭവിക്കുന്നു. അല്ലാഹുമ്മ നബ്ബിഹ്നാ അൻ നൗമത്തിൽ ഗാഫിലീൻ, അല്ലാഹുമ്മ നബ്ബിഹ്നാ അൻ നൗമത്തിൽ ഗാഫിലീൻ, അല്ലാഹുമ്മ നബ്ബിഹ്നാ അൻ നൗമത്തിൽ ഗാഫിലീൻ. അശ്രദ്ധവന്മാരായവരുടെ ഉറക്കത്തെ തൊട്ട് അള്ളാഹു നമ്മെ ബോധമുള്ളവരാക്കി തീർക്കുമാറാവട്ടെ. അള്ളാഹു താല പ്രയാസമില്ലാതെ ചെയ്യാൻ സാധിക്കുന്ന അശ്രദ്ധത മൂലം ഒഴിഞ്ഞു പോകുന്ന കാര്യങ്ങളൊക്കെയും അള്ളാഹു താല ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, പ്രയാസമില്ലാത്തത് ജീവിതത്തിൽ ചെയ്ത് പുണ്യം നേടാൻ, അമലുകൾക്ക് ഒരു ഭംഗിയുള്ളതാക്കി തീർക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്കിനെ പ്രദാനം. കൈ അല്പം ഒന്ന് ചരിച്ചു വെച്ചാൽ മതി. പക്ഷെ അവിടെ പെരുമ്പോ പിന്നെ നിക്ക് ഈ വൈദ്യരെ പൊന്തത്തായി ഏൽപ്പിച്ച മാതിരി പിന്നെ എന്റെ കാര്യം സമയം നീണ്ടുപോകും. ഈ കൈ അല്പം കത്ത് ചരിച്ച് വെച്ചാ മതിന്ന് പറയുമ്പോ പല ആൾക്കാരെ നിസ്കാരം ബാത്തിലാവുന്നൊരു മസാല അവിടെ വരുന്നുണ്ട്. നല്ല ഫിറ്റായി നിൽക്കുന്ന സഫില്ലേ, സുബ്ഹാനല്ലാഹ്, ഞാനത് വ്യക്തമായി നമ്മള് ഈ മക്കത്തൊക്കെ പെരുന്നാൾ നിസ്കരിക്കുമ്പോ, പെരുന്നാൾ ദിവസം നല്ല തിരക്കിയ കാലം പള്ളികളിലൊക്കെ നല്ല ഫിറ്റായി നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിക്കഴിഞ്ഞാൽ കൈ വെക്കാനൊന്നും ചിലപ്പോ നമുക്ക് സാധിക്കൂല. കാരണം എന്താ? നല്ല ഫിറ്റാണ്. അപ്പൊ നമ്മൾ കൈ വെക്കാനുള്ള സുഖത്തിന് വേണ്ടിയിട്ട് കൈ നല്ലോണം അത് ചരിക്കും. ആ ചരിക്കുന്നതിനോടൊപ്പം എന്താകും? നമ്മുടെ നെഞ്ചും ചെരിയും. നിസ്കരിക്കുമ്പോ ഒരു കാരണവശാലും നെഞ്ച് സലാം വീട്ടുന്നത് വരെ എന്ത് ചെയ്യരുത്? ഖിബിലയെ തൊട്ട് നെഞ്ച് തെറ്റാൻ പാടില്ല. മലർന്ന് കിടന്നു നിസ്കരിക്കുന്നവനാണെങ്കിൽ മുഖവും നെഞ്ചിനെ തൊട്ട് തെറ്റാൻ പാടില്ല.
ചില ആൾക്കാർ വിവരമില്ലാതെ മലർന്ന് കിടന്ന് നിസ്കരിക്കുമ്പോ സലാം വീട്ടുമ്പോ മുഖം തിരിക്കും. ആ മുഖം തിരിക്കലോടുകൂടെ നിസ്കാരം ബാത്തിലാകും. അത് വേറെ മസല. ഏതായാലും ഞാൻ അല്പം ചരിച്ചു വെക്കാന്ന് പറയുമ്പോ ഈ കൈ നല്ല ഫിറ്റായ സഫില് നിൽക്കുമ്പോ നമ്മുടെ കൈ വെക്കാനുള്ള സുഖത്തിന് നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പം ഇടതു ഭാഗത്ത് നിൽക്കുന്നവന്റെ ബാക്കിലേക്ക് കൈ വെച്ചിട്ടൊരു നൃത്തമുണ്ട്. പലപ്പോഴും നെഞ്ചിന്റെ ഭാഗം, നെഞ്ച് കിബിലയെ തൊട്ട് തെറ്റാൻ അത് കാരണമാകും, നിസ്കാരം ബാത്തിലാകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഫിറ്റായി സഫില് നിൽക്കുമ്പോ പലപ്പോഴും പല സാധാരണക്കാരുടെയും നെഞ്ച് കിബിലയെ തൊട്ട് അല്പം ഇടതു ഭാഗത്തേക്ക് തെറ്റിയത് കാണാം. കാരണം കൈ ഉയർത്തിയിട്ട് വെക്കാൻ സൗകര്യമില്ല. അപ്പൊ ഇവൻ എന്ത് ചെയ്യും? ഇവന്റെ ഇടതു ഭാഗത്ത് നിൽക്കുന്നവന്റെ ബാക്കിലേക്ക് കൈ ഇങ്ങോട്ട് വെക്കും. ആ കൈ വെക്കലോടുകൂടെ നെഞ്ചും തിരിയുന്നത് പലപ്പോഴും സാധാരണക്കാരിൽ കാണാം. അത് നിസ്കാരത്തെ ബാത്തിലാക്കാൻ സാധ്യതയാകും എന്നും ഉണർത്തുന്നു. ഏതായിരുന്നാലും ഈ രണ്ട് കാര്യം എല്ലാവരും ചെയ്യല്ലേ? ഇന്ന് മുതൽ ചെയ്യാത്തവരൊക്കെ ചെയ്യല്ലോ. എല്ലാവരും ചെയ്യാൻ താല്പര്യമല്ലോ. KSRക്ക് KMICയെ കൊണ്ട് നമുക്ക് ഉപകാരം കിട്ടണം. വെറുതെ നമ്മുടെ നെറ്റിന്റെ കായ് പോവരുത് അല്ലേ? ഒന്ന് ഇൻഷാ അല്ലാഹ് പറഞ്ഞാ പോലെ ഇൻഷാ അല്ലാഹ്ക്ക് 6 കൊല്ലം 12 കൊല്ലത്തെ അവധിനൊക്കെ ചിലപ്പോൾ നമ്മൾ തമാശക്ക് പറയാറുണ്ട്. എല്ലാവരും ചെയ്യും. ഇന്ന് മുതൽ നമ്മൾ നിസ്കരിക്കുമ്പോ വിരലിലേക്ക് ഇല്ലല്ലാ എന്ന് പറഞ്ഞ് നമ്മൾ അല്ലാ എന്നുള്ള ചിന്ത നമ്മുടെ കൈ കൊണ്ട് അല്ലാഹു ഏകനാണെന്ന് സമ്മതിക്കുന്നു. അതുപോലെ തന്നെ നാവ് കൊണ്ട് സമ്മതിക്കുന്നു. അങ്ങനെ നോക്കി തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ രണ്ടും കൈയും ഒരല്പം ഇടതുഭാഗത്തേക്ക്. എന്റെ ഈമാനിനെ ഞാൻ സംരക്ഷിക്കുന്നു. അള്ളാഹു നമ്മുടെ ഈമാനിനെ സംരക്ഷിക്കാൻ പ്രത്യേകിച്ചും മരണസമയം അല്ലാ എന്നുള്ള ചിന്തയിലായി മരിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യട്ടെ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈമാൻ സംരക്ഷിച്ചിങ്ങനെ നടക്കുക. ഞാൻ എന്റെ ഈമാനിനെ സംരക്ഷിക്കുന്നു എന്നതിലേക്ക് സൂചനയായി ഫുഖഹാക്കളൊക്കെയും സൂഫിയാക്കളൊക്കെയും പറഞ്ഞ കാര്യം ഒരു പ്രയാസമില്ല. നമ്മൾ അല്ലാഹു അക്ബർ പറഞ്ഞിട്ട് ആ കൈയൊന്നും ഇങ്ങോട്ട് ചരിക്കേണ്ട ആവശ്യമുള്ളൂ. അതൊരു പ്രയാസമില്ലാത്തൊരു അമലാണ്. പക്ഷേ ആ അമലിന്റെ സൂചന നമ്മുടെ ഈമാനിന്റെ സംരക്ഷണമാണ്. അള്ളാഹു മരിക്കുന്ന സമയത്ത് ആ ഖൽബിൽ നിന്ന് റൂഹിനെ ഒഴിവാകുന്ന നേരത്ത് ഇബ്ലീസ് 10 തടവും പയറ്റുകയാണ്. ആ ഖൽബിൽ നിന്ന് റൂഹ് പിരിയുമ്പോ അല്ലാ എന്നുള്ള ചിന്തയില്ലാത്ത ഖൽബാക്കി മാറ്റാൻ ഇബ്ലീസ് 10 തടവും പയറ്റുന്ന നേരത്ത് അള്ളാഹു താല ഇത്തരം ചെറിയ അമലുകൾ ചെയ്തതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാ എന്നുള്ള ഖൽബിലുള്ള ചിന്തയോട് കൂടെ നമ്മുടെ ആത്മാവ് വിട്ടുപിരിയുന്ന സാഹചര്യം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. അള്ളാഹുവേ, നമ്മുടെ ഈ KMIC ശ്രോതാക്കൾ ഈ കാര്യങ്ങളൊക്കെയും ചെയ്യാമെന്ന് ഏറ്റെടുത്തു. ഇത് പറഞ്ഞ എനിക്കും ഏറ്റെടുത്തവർക്കും എല്ലാവർക്കും ഈ അശ്രദ്ധത മൂലം ഒഴിവായി പോകുന്ന ഇത്തരം ചെറിയ അമലുകൾ ജീവിതത്തിൽ പകർത്താൻ നീ തൗഫീഖിനെ പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ ബന്ധപ്പെട്ടവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ചെറുപ്പം മുതലേ ഞങ്ങളുടെ മക്കൾ അത്തരം വിഷയങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് നിസ്കരിപ്പിച്ച് പരിശീലിപ്പിക്കാൻ രക്ഷിതാക്കളാകുന്ന ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ ഖൽബ്, ഞങ്ങളുടെ ഈ ക്ലാസ് റൂം ഉപകാരമുള്ളതാക്കണേ അല്ലാ. ഉപകാരമുള്ളത് പറയാൻ, ഉപകാരമുള്ളത് കേൾക്കാൻ നീ തൗഫീഖിനെ പ്രദാനം ചെയ്യണേ അല്ലാ. ഇലാ ഹളറത്തി റൂഹി നബിയിന വഹബീബിന വശഫീഇന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ അർവാഹി ജമീഇ അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ.